കൊച്ചി നെടുമ്പാശ്ശേരിയിൽ പിടിയിലായ ബ്രസീലിയൻ ദമ്പതികൾ അപകടകരമായ ലഹരി കടത്തിന് ശ്രമിച്ചത് ഒരു 3 ലക്ഷം രൂപയുടെ കമ്മീഷൻ അടിക്കാൻ വേണ്ടിയാണ്. ഇവരുടെ വയറ്റിൽ നിന്ന് പുറത്തെടുത്തത് 16 കോടി രൂപയുടെ കൊക്കൈനാണെന്നാണ് കണക്കുകൂട്ടിയിരിക്കുന്നത്. ആൻമരിയ സണ്ണി വിവരങ്ങൾ നൽകും. ചോരണ്ട ആൻമരിയ സണ്ണി, ചോരണ്ട കേട്ടോ. ഗുഡ് മോർണിംഗ്. എസ്കെൻ, കഴിഞ്ഞ ശനിയാഴ്ചയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ DRIക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധന നടക്കുന്നത്. ഈ പരിശോധനയിലാണ് ബ്രസീലിയൻ ദമ്പതികൾ അവിടെ പിടിയിലാക്കുന്നത്. ആദ്യഘട്ട പരിശോധനയിൽ ഇവരുടെ ഇടയിൽ നിന്നും ഒന്നും കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല. അതായത് ഈ ബാഗുകൾ ഉൾപ്പെടെയുള്ളത് പരിശോധിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ ഒന്നും കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല. പിന്നീടാണ് ഇവരെ വിശദമായിട്ടുള്ള സ്കാനിങ്ങിന് വിധേയമാക്കുന്നത്. ഈ സ്കാനിങ്ങിലാണ് ഇവർ കൊക്കൈൻ ഗുളികകൾ വിഴുങ്ങിയിട്ടുണ്ട് എന്ന് DRI കണ്ടെത്തുന്നത്. അതിനുശേഷം ഇവരെ ചോദ്യം ചെയ്തു, പരിശോധനകൾ നടത്തി. ഇവരെ കൊക്കൈൻ ഗുളികകൾ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു. അതിൽ കൊക്കൈൻ ഗുളികകൾ പുറത്തെടുത്തിരിക്കുന്ന 1ഉം 2ഉമല്ല, 163 കൊക്കൈൻ ഗുളികകളാണ് ഇവരുടെ ഉള്ളിൽ നിന്നും ശരീരത്തിനുള്ളിൽ നിന്നും പുറത്തെടുത്തത്. ഏകദേശം വിപണിയിലേക്ക് വരികയാണെങ്കിൽ 16 കോടി രൂപ വിലമതിക്കുമെന്നാണ് DRI പറയുന്നത്. ഈ ഒരു 16 കോടി വിലമതിക്കുന്ന അല്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാകുന്ന മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഈ കൊക്കൈൻ ഗുളികകളൊക്കെ വിഴുങ്ങിയിട്ടുണ്ട് എങ്കിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നും DRI പറയുന്നുണ്ട്. ഈ രീതിയിൽ അല്ലെങ്കിൽ തനിക്കൊരു മാനഹാനി വരുമെന്ന് പേടിച്ചുകൊണ്ട് പോലും ഇവർ ഈ രീതിയിലുള്ള ഒരു വലിയ കാര്യത്തിലേക്ക് കടക്കുന്നതിന് ഒരു കാരണമായിട്ട് പറയുന്നത് ചെറിയൊരു കമ്മീഷൻ തുകയ്ക്ക് വേണ്ടിയിട്ടാണ്. 3 ലക്ഷം രൂപയാണ് കമ്മീഷനായിട്ട് ഇവർക്ക് പറഞ്ഞിരിക്കുന്നത്. അതായത് ആളൊന്നിന് 1.5 ലക്ഷം രൂപ, ഈ രീതിയിലാണ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യം ഇവരുടെ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ, അതായത് ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കൊക്കൈൻ എത്തിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ്, ഇവർ ഇതിനു മുൻപും എത്തിച്ചിട്ടുണ്ടോ, ഇവർ ഈ രീതിയിൽ വിൽപ്പന നടത്തുന്നവരാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ DRI പരിശോധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ചോദ്യം ചെയ്യൽ ഇവർ പറഞ്ഞതനുസരിച്ചാണ് എങ്കിൽ തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം അവിടെ നിന്ന് ഫോൺ ചെയ്യുക, ഒരു ഹോട്ടലിൽ എത്തുക, ഈ രീതിയിലാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കൃത്യമായിട്ട് ആരെയാണ് ബന്ധപ്പെടേണ്ടതെന്നോ ആർക്കാണ് നൽകേണ്ടതെന്നുള്ള വിവരങ്ങൾ ഇവർക്ക് നൽകിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇനി കണ്ടെത്തേണ്ടത് ആർക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് അവർ കൊക്കൈൻ ഗുളികകളുമായി കേരളത്തിൽ